ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പുതിയൊരു വീഡിയോ ആണ്. നമ്മുടെ സാധനമൊക്കെ തീർന്നിരിക്കുക, അപ്പം കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വരാം. കോർമറ്റ് ഇത് നമ്മുടെ കമ്പനിയുടെ വണ്ടി കേട്ടോ. അതാ കിടക്കുന്നു മറ്റൊരു വണ്ടി. നടന്നിട്ടും എത്തുന്നില്ല മാഷേ. അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടെന്ന് നടക്കാനോ. പിന്നെ നമ്മൾ ഈ മണ്ണിൽ കൂടെ പോകുന്നോണ്ടാണ് അറിയാത്തത്. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോ മണ്ണിൽ കൂടെ പോവാണ് കേട്ടാ. ഇപ്പൊ അല്ല, ഇപ്പൊ റോഡിൽ കൂടെ പോകുന്നു. ഇപ്പൊ ഞങ്ങൾ മണ്ണിലോട്ട് കയറാൻ പോവാം. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് ഇനി ഞങ്ങൾ നടത്താൻ പോകുന്നത്. ആർക്ക്? ഇത് നമ്മളിപ്പോ വീഡിയോ എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല ഇരുട്ടാണ് കേട്ടോ. നമുക്കൊരു കുന്തവും കാണാൻ പറ്റുകയില്ല. നോക്കട്ടെ, ഒന്ന് ബാക്ക് ക്യാമറ എടുത്ത് നോക്കാം. ഇതാണ് നടക്കുന്ന മരുഭൂമി കൂടെ. നല്ല രസമുണ്ടല്ലേ ആ ലൈറ്റുകളെ കാണാൻ കെട്ടിടത്തില്. ചൂട് കൂടി കഴിഞ്ഞാൽ എനിക്കിപ്പോ ഇതൊക്കെ കരിഞ്ഞ് ഉണങ്ങി നാശക്കോടലിയാവും. അപ്പം ചൂട് കൂടി വരുന്നുണ്ട്. രാത്രി നല്ല തണുപ്പാണ്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെയിലുണ്ട്. പിന്നെ പറഞ്ഞ ചളി വാ ചാടിയോ പോരി. കെട്ടിടം. ഇനി ഈ റോഡ് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഇനി ഒരു മരുഭൂമിയിലുണ്ട്. അതിലൂടെ വീണ്ടും നമ്മൾ നടക്കണം. നമ്മൾ ഈ റോഡിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ നോക്കൂ, ഒരു ബോട്ട്. ഇനിയും ഞങ്ങൾ മരുഭൂമിയിലേക്ക് എത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ആ മൺകൂനയിൽ കാണുന്നിടത്തൂടെ ഞങ്ങൾ വീണ്ടും റൈഡിലേക്ക് നടക്കും. അല്ല, നടക്കണം. അങ്ങനെ നമ്മൾ വരുമ്പോൾ സുഹൃത്തുക്കളെ, വളരെ അത്ഭുതമായിട്ടൊരു തോന്നിയിട്ടൊരു കാര്യമാണ്. ഇരിക്കുന്നുണ്ട ഭഗവാൻ ശിവന് പ്രിയപ്പെട്ട പൂക്കളാണ് ചേട്ടാ. ഇതുകൊണ്ട് നമുക്ക് മാലയൊക്കെ കോർക്കാൻ പറ്റും. ഇത് വിടർന്നു കേട്ടോ. വിടുന്നതിന് മുമ്പായിട്ടേ മാലയൊക്കെ കോർക്കാൻ പറ്റും. ഇത്രയും വലിയൊരു മരുഭൂമിയിൽ ഇത് കാലങ്ങളായിട്ട് ഉണങ്ങാതെ കരിയാതെ ഇതുപോലെ തന്നെ ഇരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഗുഡൻസ് എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങാം. അശേട്ടോ, നമ്മളെ കൂടെ വന്ന എന്നെ കാണുന്നില്ലല്ല. ഈ കൊന്ന് കയറിപ്പോയാ.
അതിസുഖകരമായിട്ട് നമുക്ക് ഇതുവഴി പോവാം. ഇവിടെ താഴോട്ട് അത്യാവശ്യം ഉറച്ച മണ്ണാണ്. ഇതുവഴി പോവാലോ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അടുത്ത റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയ വെട്ടം വെളിച്ചൊന്നും ഇല്ല കേട്ടാ. അപ്പൊ അങ്ങനെ നമ്മൾ അടുത്ത റോഡിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണത്? ആ ലൈറ്റ് വെട്ടം കാണുന്ന കേട്ടോ നമ്മുടെ കട. ഇതാണ് നമ്മൾ വരാനുള്ള കട. അങ്ങനെ വെട്ടമുള്ളടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യം നമ്മൾ ചായ കുടിക്കാൻ കയറാണ്. മുസാമിൽ നിന്ന് നമ്മുടെ കടയുടെ തന്നെ ഹോട്ടലാണ് കേട്ടോ. ചായ കുടിച്ചിട്ട് പർച്ചേസ് തുടങ്ങാം. മനസ്സിലായില്ല. എങ്ങനെയാണ് ചായ കുടിക്കണോ? നല്ല ടേസ്റ്റ് ഉണ്ട് ചായക്കല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ബോക്സ് എടുത്തു. ബോക്സ് അല്ല, ട്രോളി. ഈശ്വര, 350. 150 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കേട്ടോ. 350. സവാളയുടെ റേറ്റ് കാണുന്നില്ല, പക്ഷെ നേരത്തെ റേറ്റ് കൂടുതലാണ്. ഇപ്പൊ അന്ന് 1.5 തന്നെയായിരുന്നു. ഇപ്പൊ 4.5 എങ്ങാണ്ടാണ്. കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പൊ അവിടെ പോയി അടുപ്പിച്ചാലേ അറിയത്തുള്ളൂ. എല്ലാത്തിനും റേറ്റ് കൂടി കേട്ടോ. 14.50. പൊട്ടിച്ചിട്ട് റേറ്റ് കാണുന്നുണ്ടല്ലോ. നേരത്തെ ഇതിലൊക്കെ റേറ്റ് ചെയ്തേക്കുന്നതായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. 3, 4, 5 ഇങ്ങനെ മതിയല്ലോ. നോക്കാം. മതി. സൂപ്പർ മാർക്കറ്റ് വന്ന് സാധനം എടുക്കുന്നു. അതെ, ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് സാധനം എടുക്കുകയാണ്. നമസ്തേ ജി. ഹായ്. क्या हाल है भैया? ठीक है. ओके. ബംഗാളി. ബംഗാളി മാർക്കറ്റാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ സവാള എടുത്തു കഴിഞ്ഞു സുഹൃത്തുക്കളെ. അതാണോ പോരെ? അതെടുത്തു. അങ്ങനെ സവാളയായി. ഇനി കിഴങ്ങിടുക. ഇഞ്ചിയൊക്കെ നമുക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഞ്ചി വേണ്ട.
അത്യാവശ്യം വിലക്കുറവൊരു സാധനം കിട്ടും കേട്ടോ. അല്ല നമ്മൾ ഇവിടുന്ന് തന്നെ സാധനം എടുക്കണം. ചെറുജീരകം ഇല്ല നമ്മുടെ കയ്യില്. ചെറുജീരകേ ഉള്ളൂ. ഇത് പെരുംജീരകമാണ് അല്ലേ? അതെ, ഈ ജീരകമേ ഉള്ളൂ നമ്മുടെ കയ്യില്. ചെറുജീരകം ഇല്ല. ഈ സാധനം ചെറുജീരകമാണോ? അല്ലല്ല, ആണ്. എല്ലാം ഒരു കവറിനകത്താക്കണം ഈ പൊടി. ചെറുജീരകല്ലേ സുഹൃത്തുക്കളെ? നോക്കി നോക്കി, ഇത് ജീരകമോ അല്ലേ? ഇതല്ലേ, എടുക്കാമോ? ജീരകം ഇട്ടാൽ നല്ലതായിരിക്കും അല്ലേ? അല്ല, എന്തിനാ ജീരകം? ഇത് പരിപ്പുകറിക്ക് ഏതിനാ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാചകം അറിയില്ല സുഹൃത്തുക്കളെ, എങ്ങനെയൊക്കെയോ വെക്കുന്നു. ഈ മസാല വേണ്ട. അതെടുത്തു. ജീരകം വേണേ ഒഴിവാക്കാം. ജീരകം ഒഴിവാക്കുക. ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ ജീരകമൊക്കെ. ഞാൻ ജീരകമൊക്കെ ഉണ്ട്. ഓക്കെ, ഇതെടുക്കാം. പിന്നെ പാവയ്ക്ക എടുക്കണോ? വേണ്ട, പാവയ്ക്ക വേണ്ട. പാവയ്ക്ക പൈസ സോയാബീൻ എടുക്കാം. സോയാബീൻ എടുക്കാം നമുക്ക്. ഇനിയിപ്പോ എന്താ എടുക്കുക? മറ്റേ വറ്റലോളം നോക്കാം. കൊള്ളാല്ലേ? നല്ലല്ലേ? ഇതെടുക്കാം. സാമ്പാർ ഉണ്ടാക്കുന്ന ശരം വെണ്ടയ്ക്ക് എടുത്തോ. കുറച്ച് കുറച്ച് സാധനമുള്ള വേണ്ടേ പച്ചക്കറിയൊക്കെ? എന്നാ ക്യാരറ്റ് വേണ്ടേ? ഇല്ലില്ല, സാമ്പാറിനകത്തിടാന്. സാമ്പാറിലിടാൻ. പച്ചമുളക് ഉണ്ടല്ലോ. ക്യാരറ്റ് 9 റേറ്റ് 9. ऐसा है? नाम क्या भाई? क्या? हुसैन अहमद। ओके, आप किधर से? बंगाल से? आसाम से। ओके, कितना साल हो गया इधर? 3 महीना। 3 महीना? नया आदमी है? ओके. നമുക്ക് തൈര് എടുക്കാം സുഹൃത്തുക്കളെ. തൈര് എവിടെ? തൈര് അങ്ങനെ ഞങ്ങളൊരു ബ്രഷ് എടുത്തിരിക്കും സുഹൃത്തുക്കളെ. ഡോർ. ഓക്കെ. നമുക്ക് അജൂറും എടുക്കാം, ഇതും എടുക്കാം. മിക്സഡ് നട്ട്സ് ആണ്. നോക്കാം. മധുരമുള്ള അതുകൊണ്ടോ? എഴുതണോ? പൊടി, മുളക് പൊടി ഇല്ലണം ഇല്ലാന്ന് പറഞ്ഞേ. മുളക് പൊടി എടുക്കണം. കാശ്മീരി എടുക്കണം കേട്ടോ, കളർ ഉണ്ടാവണം. കാശ്മീരി ആണോ? റേറ്റ്
അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസ് വീഡിയോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.